എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ സെങ്ങോ റിയുവിനോട് നിനക്ക് നീ വർക്ക് ചെയ്തിരുന്ന ഗ്രേപ്പിലേക്ക് ഒരിക്കൽ കൂടെ പോകാൻ പറ്റുമെങ്കിൽ നീ പോകുമെന്ന് ചോദിക്കുമ്പോൾ അവളില്ലാന്ന് പറയും. സെങ്ങോ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കും. നിന്റെ എൻഗേജ്മെന്റ് വേണ്ടെന്ന് വയ്ക്കുന്നതിന് മുൻപുള്ള ടൈമിലേക്ക് നീ പോവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോവില്ല എന്ന് ഇവള് പറയും. എന്തോ അത് കേൾക്കുമ്പോൾ സെങ്ങോയ്ക്ക് ഒരു സംതൃപ്തി വരുന്നുണ്ട്. ശേഷം ഇവര് രണ്ടുപേരും കൂടി ഇവര് കുഴിച്ചു മൂടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ലെറ്റേഴ്സ് വായിക്കാൻ വേണ്ടി ഇവര് ലെറ്റേഴ്സ് ഇട്ട് വെച്ചിരുന്ന ആ ഒരു പാത്രം തുറക്കുമ്പോൾ അതിലാണെങ്കിൽ മോയമിന്റെ ലെറ്റർ കാണുന്നില്ല. അത് എവിടെ പോയെന്ന് അറിയാതെ ഇവരിങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അവരവരുടെ ലെറ്റേഴ്സ് എടുത്ത് വായിക്കാൻ തുടങ്ങും. റിയുവിന്റെ ലെറ്റർ അവൾ തന്നെ വായിച്ച് ഞാൻ പണ്ട് ഇത്രയ്ക്ക് ക്രിഞ്ചായിരുന്നു എന്നും പറഞ്ഞിരിക്കുവാണ് അവള്. സെങ്ങോയുടെ ലെറ്റർ നോക്കുമ്പോൾ അവ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് അവൻ തന്നെ ഷോക്ക് ആവുകയാണ്. കുറെ നാൾക്ക് മുന്നേ എഴുതിയത് കൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് ഇവൻ എഴുതി വെച്ച കാര്യങ്ങളൊന്നും ഇവന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് നേരിട്ട് കാണുന്നത്. റിയു ആണെങ്കിൽ അവളുടെ വായിച്ച് ഇവന്റെ വായിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇവനത് കൊടുക്കുന്നില്ല. ഇതെങ്ങാനും ഇവള് വായിച്ച കഴിഞ്ഞില്ലേ കാര്യം എന്ന് ഇവനാണെങ്കിൽ ഇവന്റെ ലെറ്റർ ഇവൾക്ക് കൊടുക്കാത്തത് കണ്ട് എന്താ നീ എന്നെ കുറിച്ച് അതിൽ വല്ല മോശമായിട്ട് എഴുതിയിട്ടുണ്ടോ, ഉറപ്പായിട്ടുണ്ടെന്നും പറഞ്ഞ് ഇവന്റെ കയ്യിൽ നിന്നും അത് വാങ്ങാൻ വേണ്ടി സെങ്ങോടെ പിന്നാലെ ഓടുകയാണ്. സെങ്ങോ ആണെങ്കിൽ ജീവനും കയ്യിൽ പിടിച്ച് തിരിഞ്ഞു നോക്കാതെ ഓടിക്കളയും. ശേഷം റൂമിൽ വന്ന് ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് തലങ്ങും വിലങ്ങും ഓടി നടക്കുവാണ്. എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊക്കെ ആ ടീനേജ് ടൈമിൽ തോന്നി എന്തോ ഒന്നാ. അങ്ങനത്തെ ഒരു ഫീലിങ്സും എനിക്കിപ്പില്ല, അതെല്ലാം പാസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. കട്ടാക്കുമ്പോൾ മീസൂക്കിന് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഫ്രണ്ട് ഇൻസൂക്ക് കൊടുത്ത ഒരു പൂവ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗാൻസിക്ക് ആണെങ്കിൽ വന്ന് ഇവളോട് കുറച്ച് പൈസ ചോദിക്കും. ഫ്രണ്ടിന്റെ അച്ഛൻ മരിച്ചു, അവന് കൊടുക്കാനാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥിതിയിൽ ഇത്രയും വലിയ തുകയല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിന് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണോ, നമ്മുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് മീസൂക്ക് ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് കുറെ പൂക്കൾ വാങ്ങിക്കൂട്ടാൻ പൈസയുണ്ട്, എനിക്ക് തരാൻ പൈസ ഇല്ലാന്നും പറഞ്ഞ് ഗാൻസിക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോവും. ഇവിടെ സെങ്ങോയുടെ അച്ഛൻ ചോയ് എന്നാണ് പുള്ളിയുടെ പേര്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ ഹേസുക്ക് ഒന്നും തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അങ്ങോട്ടേക്ക് വരുന്ന ഹേസുക്കിനോടാണെങ്കിൽ നീ എപ്പോഴാ കൊറിയെന്ന് പോകുന്നതെന്ന് ഇയാൾ തിരക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ഞാൻ പോകാൻ വേണ്ടി കാത്തിരിക്കുവാണെന്ന്, ഡേറ്റ് തീരുമാനിച്ച് ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കും എന്നും പറഞ്ഞ ദേഷ്യത്തിലാണ് ഹേസുക്ക്. റിയു ആണെങ്കിൽ രാവിലെ തന്നെ എങ്ങോട്ടേക്ക് പോകുന്നത് കണ്ട് എങ്ങോട്ടേക്കാണെന്ന് സെങ്ങോ തിരക്കുമ്പോൾ ഇവള് ലൈബ്രറിയിലോട്ടാണെന്ന് പറയുന്നത് കേട്ട് ശരിയെന്നും പറഞ്ഞ് ഇവൻ കൂസാക്കാതെ പോകുന്നത് കണ്ട് നിനക്ക് ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് അറിയണ്ടേ, പുസ്തകങ്ങൾ വായിച്ച് എനിക്ക് എന്റെ ശരിയായിട്ടുള്ള ജോലി കണ്ടെത്താൻ വേണ്ടിയാ, ഞാൻ ഈ വാച്ചൊക്കെ റിപ്പയർ ചെയ്യാൻ തുടങ്ങിയാലോ അല്ലെങ്കിൽ ഒരു പെർഫ്യൂം ഷോപ്പ് തുടങ്ങിയാലോ എന്നൊക്കെ ചോദിച്ച് ഇവൾ ഇവന്റെ കൂടെ ചെല്ലും. ആക്ച്വലി ഇവന്റെ കൂടെ ഓഫീസിൽ പോയി അവിടെ നിന്ന് ഫ്രീ ആയിട്ട് കോഫി കുടിക്കാൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങോട്ടേക്ക് വന്നത്. അതറിയാവുന്ന സെങ്ങോയും കോഫി കുടിച്ച് വേഗം സ്ഥലം വിട്ടോളാനായിട്ട് ഇവളോട് പറയുന്നുണ്ട്. ഈ സമയമാണ് യൂൺ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്ന് യുഎസിൽ ഒരു വലിയ കമ്പനി ആയിട്ടുള്ള ഗ്രേപ്പ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ കൊറിയയിൽ ഒരു വലിയ ബിൽഡിംഗ് തുടങ്ങാൻ വേണ്ടി പോവാണ്, അതിനവർക്ക് നമ്മുടെയും ഹൗൺ ആർക്കിടെക്ചറിന്റെയും ഒരു മിനി പ്രപ്പോസൽ വേണമെന്നാ പറയുന്നത്, അവരത് ഇപ്പൊ ഇമെയിൽ അയച്ചതേ ഉള്ളൂ എന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് യൂൺ. എന്ന് ഈ വാർത്ത കേൾക്കുന്ന റിയു ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. ഗ്രേപ്പ് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ള മെയിലിന് ഇവർക്കൊരു റിപ്ലൈ അയക്കണം. എന്നിവർ രണ്ടുപേരും ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവന്റ് അല്ല, നമുക്ക് ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടി ആരെങ്കിലും വെച്ചാലോ എന്നും പറഞ്ഞ് യൂൺ നിൽക്കുമ്പോൾ റിയു ഗ്രേപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർമ്മ വന്ന് അവളോട് യൂൺ കുറച്ച് ദിവസത്തേക്ക് ഒരു പാർട്ട് ടൈം എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുമെന്ന് ചോദിക്കും. അതിൽ നിന്ന് റിയു ആണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാനൊക്കെ യൂൺ പറയുന്നത് കേട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യാന്ന് റിയു സമ്മതിക്കും. നീ എന്തിനാ ഹെൽപ്പ് ചെയ്യാന്ന് സമ്മതിച്ചത്, അത് എനിക്ക് വേണ്ടിയാണോ ഇവൻ ചോദിക്കുമ്പോൾ അതേന്ന് പറയാണ് ഇവള്. ഇവ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവൾ ഇവനെ വിളിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ടെന്നും പറഞ്ഞ് ഇവ ഫുഡ് കഴിക്കാൻ ചെല്ലുന്നില്ല. ആരോഗ്യം പോലും നോക്കാതെ ഇങ്ങനെ ജോലിക്ക് പിന്നാലെ നടക്കുന്നു എന്നും പറഞ്ഞ് ഇവളാണെങ്കിൽ ഇപ്പൊ ഇവൻ ഒരുപാട് ചീത്തയും പറയുന്നുണ്ട്. വീട്ടിലൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ വിശന്നിരിക്കുന്ന ചോയ് ആണെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഗാൻസിക്കിന്റെ ഷോപ്പിലേക്ക് വരും. ഗാൻസിക്കിന് ചോയോടാണെങ്കിൽ ഭയങ്കര ഒരു ബഹുമാനമാണ്. പുള്ളി ഒരു ഡോക്ടറാണ്, സ്വന്തമായിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, പൈസയ്ക്ക് വേണ്ടി ഭാര്യയുടെ അടുത്ത് കൈനീട്ടേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നോർത്ത് അസൂയ തോന്നുന്നു, നിനക്ക് എന്തൊക്കെയാ ഉള്ളേ, പൈസ ഇല്ലാത്തതുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് പോലും എന്നോടൊരു വിലയില്ല. എന്നാൽ ഗാൻസിക്ക് ഫാമിലിയുടെ കാര്യമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചോയ്ക്ക് അതൊക്കെ കേട്ട് അസൂയ തോന്നുകയാണ്. കാരണം ഗാൻസിക്കിന് നല്ലൊരു ഫാമിലി ഉണ്ട്, അയാൾ ഒരു പക്ക ഫാമിലി മാൻ ആണ്. കട്ടാക്കുമ്പോൾ മോഹം ഷോപ്പിൽ വന്ന് തന്റെ ഫേവറേറ്റ് ഡ്രിങ്ക്സ് എടുക്കുമ്പോൾ കറക്റ്റ് സമയത്ത് ആ ഡ്രിങ്ക്സിൽ മറ്റാരോ കൂടെ കയറി പിടിക്കും. നോക്കുമ്പോൾ ദാനുമായിരുന്നു. ഇവനെ കണ്ടപ്പോൾ തന്നെ ഇവൾക്ക് അന്ന് കണ്ട ആളാണെന്ന് മനസ്സിലാക്കും. മാത്രമല്ല അന്ന് ആ റൈസ് കേക്ക്സ് ഇവൾക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നല്ലോ, അല്ല എങ്ങനെയാ എന്റെ അഡ്രസ്സ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി, ഞാൻ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞതാന്ന് പറയും. രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്തും ഡ്രിങ്ക്സിൽ നിന്ന് കൈയെടുക്കുന്നില്ല. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അവിടെയാണെങ്കിൽ അത് ആകെ ഒരൊറ്റ സ്റ്റോക്കേ ഉള്ളൂ, നീ വരുന്നതിനേക്കാൾ മുന്നേ ഞാനാണിത് പിടിച്ചത്, കൈ വിട്ടോളാൻ വേണ്ടി മോയം പറയുമ്പോൾ ഇതില്ലെങ്കിൽ നിന്റെ ഡേ പോലും നല്ല പോലെ പോവില്ല എന്നും പറഞ്ഞിരിക്കുവാണ് ദാനു. ഇവർ ഈ വഴക്ക് കൂടുന്നതും കണ്ടായിരിക്കും അങ്ങോട്ടേക്ക് സെങ്ങോയും റിയും വരുന്നത്. സെങ്ങോക്കെ ആണെങ്കിൽ ദാനോയെ മുന്നേ അറിയാലോ. അങ്ങനെ 4 പേരൂടെ കൂടിയിരുന്ന് സംസാരിച്ച് ഡ്രിങ്ക്സും കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവര് രണ്ടുപേരും വന്ന ടൈമിൽ മോയോ ആണെങ്കിൽ ആ ഡ്രിങ്ക്സ് ഇവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ടായിരുന്നു. അല്ല നിങ്ങൾക്ക് ഇങ്ങനെ പരസ്പരം പരിചയമെന്ന് ദാനു ചോദിക്കുമ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, ഒരേ നെയ്ബർഹുഡിലാണ് ജനിച്ചു വളർന്നത്, പിന്നെ ഞങ്ങളുടെ അമ്മമാരും ഫ്രണ്ട്സ് ആണെന്ന് പറയും. അല്ല നീ എവിടെ താമസിക്കുന്നതെന്ന് ദാനോട് ചോദിക്കുമ്പോൾ ഞാനിവിടെ അടുത്ത് തന്നെയാ, എന്തായാലും എനിക്ക് ചെന്നിട്ട് കുറച്ച് തിരക്കുണ്ടെന്നും പറഞ്ഞ് ദാനു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകും. ഇവൻ പെട്ടെന്ന് ഇങ്ങനെ ധൃതി പിടിച്ച് ഓടുന്നത് കണ്ട സംശയത്തിലാണ് ഇവർ 3 പേരും. എന്നാലും അവൻ എന്താ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പോലും പറയാതെ ഓടിപ്പോയെ. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നിങ്ങനെ മോയം പറയുമ്പോൾ നീ എപ്പോഴും ആൾക്കാരെ സംശയിച്ചുകൊണ്ട് നടക്കുവാണോന്നും ചോദിച്ച് ചീത്ത പറയുവാണ് സെങ്ങോ. ഈ സമയം റിയോ ആണെങ്കിൽ നമ്മുടെ കുഴിച്ചിട്ട ലെറ്റേഴ്സിലെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരൂടെ പുറത്തേക്ക് എടുത്തു, പക്ഷെ അതിൽ നിന്റെ ലെറ്റർ മിസ്സിംഗ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ്
മുമ്പേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുവാണ് മോയ. എന്റെ ലെറ്റർ മാത്രമല്ല നിങ്ങളുടെ ലെറ്റേഴ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. റിയുവിന്റെ ലെറ്റർ നിന്നെ പോലെ തന്നെയാ, ഒരു മാറ്റവും ഇല്ല. പിന്നെ സെങ്ങോയുടെ ലെറ്റർ അത് ഞാൻ ഓർക്കുന്നില്ല എന്ന് മോയം പറയുമ്പോഴേ എന്തൊരു കള്ളത്തരം മോയത്തിന്റെ മുഖത്തുണ്ട്. ഇവള് ലെറ്റർ വായിച്ചതറിഞ്ഞ് ആകെ ഷോക്കിൽ നിൽക്കുവാണ് സെങ്ങോ. ഇന്നലെ രാത്രിയാണെങ്കിൽ ചോയുമായിട്ട് മദ്യപിച്ച് ഗാൻസിക വളരെ വൈകിയാണ് വീട്ടിലോട്ട് എത്തിയത്. രാവിലെ നേരം കുറെ ആയിട്ടും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗാൻസിക്കിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ചീത്തയും വിളിച്ചാണ് മീസൂക്ക് ഷോപ്പിലേക്ക് പോകുന്നത്. എന്നാൽ പുറത്ത് വന്ന് സൈക്കിൾ എടുക്കാൻ നോക്കുമ്പോൾ സൈക്കിളിൽ കുറെ പൂക്കൾ ഇരിക്കുന്നു. അത് ഇന്നലെ മദ്യപിച്ച് ഗാൻസിക്ക് ചോയുടെ കൂടെ വന്നപ്പോൾ ഏതോ ഒരു വീട്ടിൽ നട്ടു വളർത്തിയത് പതച്ചെടുത്തതായിരുന്നു. എന്തായാലും തനിക്ക് വേണ്ടി ഹസ്ബൻഡ് പൂക്കൾ കൊണ്ടുവന്ന സന്തോഷത്തിലാണ് മീസൂക്ക്. കട്ടാകുമ്പോൾ ഗ്രേപ്പോ ആയിട്ടുള്ള വീഡിയോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് റിയോ ആണ്. കാരണം അവളാണ് ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആയിട്ടുള്ളത്. മീറ്റിംഗ് എന്തായാലും നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് യോ. എന്നിവര് പോയി കഴിയുമ്പോൾ റിയോ വേറൊരു കാര്യം ശ്രദ്ധിക്കും. വീഡിയോ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഗ്രേപ്പോ ആയിട്ടുള്ള കോൾ ഡിസ്കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അവരവിടെ നിന്ന് സംസാരിക്കുന്നത് ഇപ്പൊ റിയോ കേൾക്കും. സെങ്ങോടെ കമ്പനി എടുത്തത് കുറച്ച് റെക്കമെൻഡേഷൻ വന്നുകൊണ്ട് അവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവരുടേതൊരു പുതിയ കമ്പനിയാണ്, അത് അവരെ കൊണ്ടൊന്നും നടക്കില്ല. ഹാവോണിന് തന്നെ നമ്മൾ ഈ പ്രൊജക്ട് കൊടുക്കും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ജേസൂക്ക് ആണെങ്കിൽ വലിയൊരു പെട്ടിയും ചുമന്ന് അവരുടെ ഷോപ്പിലേക്ക് പോകുന്നത് കാണുന്ന ദാനോ അതെടുക്കാൻ വേണ്ടി ഇവളെ സഹായിക്കുവാണ്. ജേസൂക്കിന് വേണ്ടി ഷോപ്പിലേക്ക് അത് ചുമന്ന് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ആ സമയമായിരിക്കും ഷോപ്പിലേക്ക് മീസൂക്ക് വരുന്നത്. മീസൂക്കിന് ജേസൂക്ക് ദാനോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദാനോയെ പരിചയപ്പെട്ട് അവനൊരു ജേർണലിസ്റ്റ് ആണെന്ന് അറിയുമ്പോൾ എടി ഇവനെ നമുക്ക് റിയുവിന് വേണ്ടി ആലോചിച്ചാലോ എന്ന് മീസൂക്ക് ഇങ്ങനെ ജേസൂക്കിനോട് ചോദിക്കുന്നുണ്ട്. ഇതേസമയം പാർക്കിലൂടെ വരുന്ന മോയോ ആണെങ്കിൽ ഒരു കൊച്ചിങ്ങനെ എന്തോ തപ്പി നടക്കുന്നത് കാണും. ഈ ഏലിയൻസ് ഉപേക്ഷിക്കുന്ന ഒരു ക്രോപ്പ് സർക്കിളാണ് ഞാൻ തപ്പുന്നത്. ഇന്നലെ രാത്രി ഇവിടെ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടതാണ്. മിക്കവാറും ഇന്നലെ രാത്രി UFO വന്നിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ഏലിയൻസിൽ വിശ്വാസമുണ്ടോ? ഞാനും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുന്ന റിയുവിനോട് എനിക്ക് ഏലിയൻസിൽ ഒരുപാട് വിശ്വാസമുണ്ട്, സാന്റാക്ലോസ് പോലും ഒരു ഏലിയൻ ആണ് എന്നിങ്ങനെ കൊച്ചി കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ പറയുവാണ്. ഞാനൊക്കെ മണ്ണപ്പം ചുട്ടളിക്കുന്ന സമയത്ത് ഈ കൊച്ചിന് എന്തോരം അറിവുകളാ എന്നും പറഞ്ഞ് അതിശയിച്ച് നിൽക്കുവാണ് മോയ. തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് മോയം ഈ കൊച്ചിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് ആ കൊച്ചു വാങ്ങുന്നില്ല. അങ്ങനെ പരിചയമില്ലാത്ത ആരുടെ അടുത്ത് നിന്നും ഒന്നും വാങ്ങി കഴിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ റിയു ആണെങ്കിൽ സെങ്ങോയിഡ് വന്ന് ഗ്രേപ്പ് ഓൾറെഡി ഹാവോണിന് ആ പ്രൊജക്ട് കൊടുക്കാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അവര് നമ്മളെ ഫൂൾ ആക്കുവാണ് എന്നൊക്കെ പറയുമ്പോൾ നീ ഇത് യൂണിനോട് പറയണ്ടെന്നും നമ്മൾ ഇത് അറിഞ്ഞ കാര്യം എന്തായാലും ഗ്രേപ്പിനെ അറിയിക്കേണ്ട, എല്ലാം വരുന്ന പോലെ വരട്ടെ എന്നും പറഞ്ഞ് നിൽക്കുവാണ് സെങ്ങോ. ഇവന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒന്നുകൂടെ ദേഷ്യം വരും. ഗ്രേപ്പിനെ കുറിച്ച് ആരെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നിന്റെ എല്ലാ കഷ്ടപ്പാടും വെറുതെ ആവാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് റിയു ഇവനെ മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവൻ അത് കൂസാകാതെ നിൽക്കുന്നത് കണ്ട് ഇവള് പിണങ്ങി പോകും. കെട്ടാകുമ്പോൾ ജിമ്മിൽ ട്രെയിനിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ് തോന്നി. ഇതെന്തൊരു ബോധ പ്ലേസാ, എന്നെ പോലെ ഒരാൾക്ക് പറ്റിയ പ്ലേസേ അല്ല എന്നും പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ആ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് നായൻ വരുന്നത്. ഇവളെ കാണുന്നതും ഇവൻ അങ്ങോട്ടേക്ക് പോയി കുറെ പഞ്ചാര അടിക്കുന്നുണ്ട്. ഇവിടെ ആദ്യമായിട്ട് വരുന്നോണ്ട് പറയുന്നതാ ഈ ജിം അത്ര കൊള്ളത്തില്ല, ഈ ജിമ്മിലെ ഡയറക്ടർ ഭയങ്കര ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ആള് എന്നൊക്കെ പറഞ്ഞ് അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് അങ്ങോട്ടേക്ക് വരുന്ന ഇവന്റെ ട്രെയിനർ അവളെയും വിളിച്ചുകൊണ്ട് പോകും. കട്ടാകുമ്പോൾ മോയം ഒരു ഷോപ്പിൽ വന്ന് ക്യാൻഡി എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതേസമയം വീണ്ടും ദാനോ വന്ന് ആ ക്യാൻഡി കയറി പിടിക്കും. പിന്നെ രണ്ടുകൂടെ കിടന്ന് വഴക്കുണ്ടാക്കും. ഇതെന്റെ ഫേവറേറ്റ് ഫ്ലേവറാ, ഈ നെയ്ബർഹുഡിൽ എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ഷോപ്പുകാർ ഇത് കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇവള് പറയുമ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോ ഞാനും ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് ഞാനും ഇത് വാങ്ങിക്കോളാന്ന് പറഞ്ഞു നിൽക്കുവാണ് ദാനം. എന്നിവരുടെ ഈ വഴക്ക് കണ്ട് കിളി പോകുന്ന ഷോപ്പിലെ ലേഡി ആണെങ്കിൽ അതേ ഫ്ലേവറിലെ മിഠായിയുടെ ഒരു പെട്ടി തന്നെ ഇവർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഒരു പെട്ടി നിറയെ സാധനം ഇരുന്നിട്ടാണ് ഇവർ ഈ ഒരെണ്ണത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ദാനം നേരെ വീട്ടിലോട്ട് വരും. ഇവർ ഇപ്പോഴും ശരിയായിട്ട് വീട്ടിലെ സാധനങ്ങളൊന്നും ഒതുക്കിയിട്ടില്ല, ഇനിയും കുറെ സെറ്റാക്കാൻ ബാക്കിയുണ്ട്. ഇപ്പൊ ലാപ്ടോപ്പ് തുറന്നവൻ സിയോൾ നാഷണൽ സ്വിം ചാമ്പ്യൻഷിപ്പ് എന്നൊരു ഫോൾഡർ ഓപ്പൺ ആക്കി അതിലെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അതിലെ സെങ്ങോയുടെ ഫോട്ടോസും ഉണ്ട്. പിന്നീട് അതിൽ മറ്റേതൊരു ഫോട്ടോ കണ്ട് ഇവൻ ചിരിക്കുന്നതും കാണാം. അത് സെങ്ങോയും റിയും കൂടിയുള്ളൊരു ഫോട്ടോ ആയിരുന്നു. നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോൾ എനിക്ക് എവിടെയോ വെച്ച് കണ്ട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, അത് ഇതുകൊണ്ടാണെന്നും പറഞ്ഞ് ഇവൻ ഇത് സെങ്ങോയ്ക്ക് അയച്ചു കൊടുക്കും. ഇന്ന് ഇവരുടെ ഗ്രേപ്പോ ആയിട്ടുള്ള നേരിട്ട് കണ്ടുള്ള മീറ്റിംഗ് ആണ്. പിണങ്ങി പോയതുകൊണ്ട് തന്നെ റിയു വരില്ലാന്ന് വിചാരിച്ചിരിക്കുമെങ്കിലും ഇംഗ്ലീഷ് അറിയാതെ ഇവർ പ്രശ്നത്തിലാവണ്ടെന്ന് വിചാരിച്ച് ഇന്റർപ്രറ്റർ ആയിട്ട് ഇവളും വരുന്നുണ്ട്. എന്നിപ്പോ ഗ്രേപ്പിൽ നിന്ന് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവരവിടെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ്. അവർക്ക് ഇവളെ കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. അതിൽ ക്രിസ് എന്ന് പറയുന്ന ഒരുത്തൻ റിയു നമ്മൾ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആകെ വല്ലാണ്ട് പരിഭ്രമിച്ചാണ് റിയു നിൽക്കുന്നത്. ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് സെങ്ങോയ്ക്ക് മനസ്സിലാകും. വർക്ക് ചെയ്യുന്ന സമയത്ത് റിയു ഭയങ്കര മിടുക്കിയായിരുന്നു, എല്ലാ കാര്യങ്ങളും ഞാൻ അവളെയാണ് ഏൽപ്പിച്ചിരുന്നതെന്നെല്ലാം ക്രിസ് ഇവരോട് എല്ലാവരോടും പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതിനെ കുറിച്ചുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ ക്രിസിന്റെ അണ്ടറിലാണ് ഗ്രേപ്പിൽ ഇവൾ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് തലവേദന പിടിച്ച വർക്കാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിയായിരുന്നു റിയു. അതിന് ഇവൾക്ക് വേണ്ടിയുള്ള എല്ലാ ചാൻസും ക്രിസ് കൊടുക്കുകയും ചെയ്യായിരുന്നു. എന്നാൽ പക്ഷേ ഒരിക്കൽ ഈ ക്രിസും അവിടെയുള്ള കുറച്ച് എംപ്ലോയീസൂടെ സംസാരിക്കുന്നത് ഇവള് കേൾക്കും. റിയു എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പെറ്റാണ്, ഒന്ന് പുകഴ്ത്തി കൊടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ അത് മൊത്തം അവള് ചെയ്തോളും, നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ വീക്കെൻഡ് അടിച്ചു വിളിക്കാം, നമ്മുടെ പട്ടിയുണ്ടല്ലോ വർക്ക് എല്ലാം ചെയ്യാൻ എന്ന് തുടങ്ങി ഇവളെ കുറിച്ച് ഭയങ്കര മോശമായിട്ടാണ് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് വെച്ച് ഇവളാണെങ്കിൽ ഒരു കൊല്ലം ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ശരിക്കും എന്തിനായിരുന്നു എന്ന് ക്രിസ് ഇവരോട് എല്ലാവരോടായിട്ട് പറയും. ഇവരെല്ലാവരും ചിരിച്ചു കാണിച്ച് തന്നെ ചതിക്കുമായിരുന്നു എന്ന് മനസ്സിലാക്കി ഇവള് പിന്നീട് ആ ഒരു ജോബ് ഉപേക്ഷിക്കുമായിരുന്നു. ഇപ്പൊ ഒരിക്കലും കാണരുതെന്ന് വിചാരിച്ച് ക്രിസിന്റെ മുന്നിൽ വീണ്ടും നിൽക്കുമ്പോഴും ഒരുപാട് ടെൻഷൻ അടിച്ചാണ് ഇവൾ നിൽക്കുന്നത്. അവിടെ നിന്ന് അവരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവള് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. ക്രിസിന്റെ കൂടെ വന്നൊരു എംപ്ലോയി സെങ്ങോയുടെ കമ്പനിയുടെ പ്രപ്പോസൽ കേട്ട് അത് വളരെ നല്ല പ്രപ്പോസൽ ആണല്ലോ, നമുക്ക് ഈ പ്രപ്പോസൽ വെച്ച് മുന്നോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ നല്ല പ്രപ്പോസൽ ഉണ്ടെന്ന് പറഞ്ഞ് റിസൾട്ട്
നന്നാവണമെന്നില്ല എന്നാണ് ക്രിസ് പറയുന്നത്. ഇപ്പൊ അങ്ങോട്ടേക്ക് വരുന്ന റിയുവിനെ കണ്ട് ക്രിസ്, സത്യം പറയാലോ റിയു, നിന്നെ ഇങ്ങനെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെയാ ഇപ്പൊ നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാൻ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. 3 കൊല്ലത്തിന് മുമ്പ് നടന്ന കാര്യം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അത് വീണ്ടും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറയാണ് അവള്. എനിക്കത് നിങ്ങൾ ഹൗണായിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ഒന്നും അറിയാത്ത പോലെ ഞാൻ അഭിനയിക്കാം. അതുകൊണ്ട് നീയും നിന്റെ മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്ന് പറയുന്ന റിയുവിനോടാണെങ്കിൽ, നീ പോയതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി, കാരണം നീ ശരിക്കും എന്റെ കുപ്പിയിലെ ഭൂതമായിരുന്നു, എന്ത് പണി കൊടുത്താലും ചെയ്യുന്ന ഭൂതം എന്നൊക്കെ പറഞ്ഞ് ഇവളോട് ക്രിസ് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നത് ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന സെങ്ങോ അവിടെ ഒരു സീൻ ഉണ്ടാക്കുവാണ്. എന്നാൽ അത് വലിയ പ്രശ്നമാവുന്നതിന് മുമ്പ് റിയു പോയി തടയും. ഞാൻ ഇതൊരിക്കലും വെറുതെ വിടില്ലടാന്ന് പറയുന്ന ക്രിസിനോട്, ക്രിസ് ഇതെല്ലാം ഞാൻ കാരണമാണ്, ഇവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്റെ പേരും പറഞ്ഞ് ഈ കമ്പനി ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്, ഞാൻ ഈ കമ്പനിയിൽ നിന്ന് ക്വിറ്റ് ചെയ്തോളാം എന്നൊക്കെ ഇവള് പറയുമ്പോൾ, നീ നിന്റെ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ഒരാളോട് ഒരു ഫേവർ ചോദിക്കുമ്പോൾ ആദ്യം പ്ലീസ് എന്ന് പറഞ്ഞാണ് തുടങ്ങേണ്ടത്. പ്ലീസ് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഇവള് പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ മുന്നിൽ ഒട്ടും താഴെ മനസ്സിലാത്ത റിയു അവന്റെ ഒരു പ്ലീസ് എന്നും പറഞ്ഞ് ക്രിസിനെ എടുത്തിട്ട് തല്ലി ചതയ്ക്കുവാണ്. നീ ഞാൻ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണല്ലോ, വർക്കിന് വേണ്ടി എത്ര ദൂരം പോകും ഞാനെന്നും നിനക്കറിയാം. അതുകൊണ്ട് മേലാൽ ഈ കമ്പനിയായിട്ട് പ്രശ്നത്തിന് വരരുത്. വന്ന ഗ്രേപ്പിന്റെ മറവി നീ കാണിക്കുന്ന എല്ലാ തെണ്ടിത്തരത്തിന്റെയും എവിഡൻസ് ഞാൻ ഗ്രേപ്പിന് അയച്ചു കൊടുക്കും. ഇതും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന റിയുവിന്റെ പിന്നാലെ സെങ്ങോ ചെല്ലുന്നുണ്ടെങ്കിലും എന്നെ കുറച്ചു നേരം ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പറയുവാണ് അവള്. എന്നാൽ അത് കേൾക്കാതെ ഇവൻ ഇവളുടെ പിന്നാലെ ചെല്ലും. വർക്ക് പ്ലേസിൽ താൻ അനുഭവിച്ച കാര്യമൊക്കെ പറയുന്ന റിയുവിനോട്, ആ ഒരു കാര്യമൊക്കെ വെച്ച് നിന്റെ കഴിവിനെ നീ ഒരിക്കലും സംശയിക്കരുത്. ഒരു ജോലി ഇല്ലെന്ന് വെച്ച് നിന്റെ കഴിവൊന്നും എവിടെ പോകുന്നില്ല. ഒരിക്കൽ കൂടെ അവൻ എന്റെ കൈ കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ എന്തായാലും തീർക്കും എന്നും പറഞ്ഞ് ഇവൻ ഇവളെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകും. അത് ഈ ആഗ്രഹങ്ങളൊക്കെ എഴുതി ലോക്ക് ചെയ്താ അത് നടക്കുമെന്ന് വിശ്വാസമുള്ള ഒരു പ്ലേസിലോട്ടായിരുന്നു. അവിടെ നിന്നൊരു ലോക്ക് എടുത്ത സെങ്ങോ അതിൽ ക്രിസിന്റെ പേരെഴുതി അവന് സംഭവിക്കണമെന്നും പറഞ്ഞ് കുറെ കാര്യം എഴുതി വെക്കുകയാണ്. ഈ മുട്ടയില് കൂടോത്തം ചെയ്യുന്ന പോലെ. ഇതൊക്കെ ചൈൽഡിഷാന്നും പറഞ്ഞ് റിയു ആദ്യം നിൽക്കുമെങ്കിലും പിന്നെ ഇവളും ക്രിസിന് വേണ്ടി കുറ്റം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. അവന്റെ തലയിൽ ഒരൊറ്റ മുടി ഉണ്ടാകാൻ പാടില്ല, അവന്റെ കാലിലെ നഖം വളരാനേ പാടില്ല എന്നും പറഞ്ഞ് ഏതാണ്ട് അതിൽ മൊത്തം എഴുതി വെച്ച് ലോക്കി. എന്താ ഇപ്പോഴാണ് റിയുവിന് ഒരു ആശ്വാസമാവുന്നത്. ഈ സമയം യൂണാണെങ്കിൽ സെങ്ങോയെ വിളിച്ച് ഗ്രേപ്പ് നമ്മുടെ പ്രൊജക്ട് ആക്സെപ്റ്റ് ചെയ്തെന്നും അവരുടെ ടീം ലീഡറിന് നമ്മുടെ പ്രൊജക്ട് ഇഷ്ടപ്പെട്ടെന്നും അതുപോലെ ക്രിസിനെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കും. എന്താ ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാൽ റിയുവും സെങ്ങോയും നാണം കെടുത്തിയതിന്റെ ദേഷ്യത്തില് അവരെ കുറെ ചീത്തയും വിളിച്ച് ഇനി നിങ്ങളൊന്നും ഒരു ജോലിയും കണി കാണില്ല എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ക്രിസിന്റെ ഡയലോഗ്സ് ഒരു വരി പോലും മാറാതെ യൂൺ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഗ്രേപ്പിന്റെ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തിക്ക് യൂൺ അത് മൊത്തം അയച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. ഈ ഒരു കാര്യം അതെന്ന് റിയുവിനാണെങ്കിൽ ഒരുപാട് സന്തോഷമാവും. സന്തോഷത്തില് പെട്ടെന്ന് ഇവനെ ഹഗ് ചെയ്യാണ് ഇവള്. ഈ സമയം നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. പണ്ട് നാഷണൽ ടീമിലേക്ക് സെലക്ഷൻ കിട്ടുന്നതിന് മുമ്പുള്ള ഇവന്റെ സ്വിമ്മിംഗ് ടെസ്റ്റ് കാണാൻ എക്സാം പോലും മാറ്റി വെച്ചാണ് റിയു വന്നത്. ഈ എക്സാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നില്ലേ, ഇതിന് നല്ല മാർക്ക് കിട്ടിയ നിനക്ക് ഫോൺ വാങ്ങിത്തരാന്ന് ആന്റി പറഞ്ഞതല്ലായിരുന്നു എന്നൊക്കെ ഇവളോട് ചോദിക്കുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, ഫോണൊക്കെ പിന്നെ വാങ്ങാം, നിന്റെ ഈ ടെസ്റ്റ് അല്ലേ പ്രധാനമെന്ന് പറയാണ് ഇവള്. എന്റെ കയ്യിൽ ഇപ്പൊ നിനക്ക് തരാനൊന്നുമില്ലാന്നും പറഞ്ഞ് ഇവന് കിട്ടിയ ഗോൾഡ് മെഡല് ഇവൾക്ക് ഇട്ടുകൊടുക്കും. അന്ന് ഇതെല്ലാം കണ്ട് പിറകിലുണ്ടായിരുന്ന ദാനു ഈ ഒരു സീൻ ഫോട്ടോ എടുത്ത് വെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോ ദാനോയുടെ കയ്യിൽ വന്നത്. തന്റെ അമ്മയോ അച്ഛനോ പോലും തന്നെ ചെയ്യാൻ വരാത്തിടത്ത് ഒരു പെണ്ണ് എക്സാം പോലും വേണ്ടെന്ന് വെച്ച് വന്നിരിക്കുന്നു. സത്യത്തിൽ ഇവളെ ഇഷ്ടപ്പെടാത്ത ഒരു മൊമെന്റ് പോലും ഇവന്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഇഷ്ടം ഇവളോട് തുറന്നു പറയാനുള്ള ധൈര്യം ഇവനുണ്ടായിരുന്നില്ല. എന്ന ധൈര്യം എല്ലാം സമ്പാദിച്ച് തന്റെ ഇഷ്ടം തുറന്നു പറയാനും കൂടെ വേണ്ടി USA പോയ ഇവളെ അങ്ങോട്ടേക്ക് ഇവൻ കാണാൻ ചെല്ലും. ഒരു വലിയ ബാഗുമായിട്ടാണ് ഇവൻ ചെല്ലുന്നത്. അതിൽ പകുതിയും ഇവളുടെ അമ്മ കൊടുത്തുവിട്ട സാധനങ്ങളായിരുന്നു. ഇതെല്ലാം ഇവിടെയും വാങ്ങാൻ കിട്ടുമെന്നും പറഞ്ഞു നിൽക്കുന്ന ഇവൾക്ക് ഇവൻ കൊണ്ടുവന്ന കുറച്ച് സീരീസിന്റെ പുസ്തകം എടുത്ത് കാണിച്ചു കൊടുക്കുവാണ്. അത് ഇവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒന്നായിരുന്നു. അതിവൻ കൊണ്ടുവരുമെന്നും ഇവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സെങ്ങോ നീയാടാ ബെസ്റ്റ്, എനിക്കറിയാം എനിക്ക് നീയേ ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് ഇവൾ ഇവനെ പോയി ഹഗ് ചെയ്യും. കള്ളു കുടിച്ച ആ ഒരു ബോധത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മടിയിലായി തന്നെ ഉറങ്ങി വീഴുകയും ചെയ്യും. പാവ സെങ്ങോയുടെ ഹാർട്ട് പടപടാന്ന് ഇടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇപ്പൊ വീണ്ടും അങ്ങനെ ഒരു മൊമെന്റ് ഇവരുടെ ലൈഫിൽ വന്നിരിക്കുവാണ്. എന്തായാലും പണ്ട് സെങ്ങോയ്ക്ക് ആ ഇഷ്ടം തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ പറ്റുമായിരിക്കും അല്ലേ. അടുത്ത എപ്പിസോഡുകളിലായിട്ട് നോക്കാം.